വടകരയിലെ കാഫീറിനെ ഷാഫി പറമ്പിൽ കയ്യോടെ പൊക്കി. കാഫീർ പരാമർശത്തിന്റെ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് മുൻ MLA KK ലതികയാണെന്ന് നിയുക്ത MP ഷാഫി പറമ്പിൽ വ്യക്തമാക്കിയതോടെ CPMന്റെ പണിപാളി. നാടിനെ ഭിന്നിപ്പിക്കാൻ നടത്തിയ ഹീനമായ ശ്രമം നടത്തിയ വ്യക്തി മുൻ MLA മാത്രമല്ല, CPMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യ കൂടിയാണ്. UDFകാർക്ക് മുകളിൽ പ്രതിഷേധമുണ്ടാക്കാൻ കരുതിക്കൂട്ടി ഉണ്ടാക്കിയ ഈ നീചപ്രവൃത്തി പോലീസ് തന്നെയാണ് കണ്ടെത്തിയതും അത് പിണറായിയുടെ പോലീസ് എന്നത് വളരെ ശ്രദ്ധേയമാണ്. കോടതിയിൽ വ്യാജമെന്ന് പോലീസ് തന്നെ അറിയിച്ചിരിക്കുന്നു. തന്നെ ആഞ്ഞുവെട്ടാൻ CPM ഉപയോഗിച്ച വ്യാജ സൃഷ്ടിയായിരുന്നു ഈ കാഫീർ പ്രയോഗമെന്ന് ബോധ്യപ്പെടാത്ത ഒരാളും ഇപ്പോൾ നാട്ടിലുണ്ടാകില്ല എന്നാണ് ഷാഫി പറമ്പിൽ വ്യക്തമാക്കിയത്. ആ പ്രയോഗം ഉള്ളതാണെന്ന് വരുത്തി തീർത്ത് തങ്ങളെയൊക്കെ ഒരു മതത്തിൻ്റെ പേരിൽ കള്ളികൾക്കുള്ളിലാക്കി ഈ നാടിനെ ഭിന്നിപ്പിക്കാനായിരുന്നു CPMന്റെ ശ്രമമെന്ന് ഷാഫി തുറന്നടിച്ചു. അത് വ്യാജമായിരുന്നുവെന്ന് പോലീസ് തന്നെ കോടതിയിൽ റിപ്പോർട്ട് നൽകിയതോടെ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവർ മാപ്പ് പറയണമെന്നാണ് ഷാഫി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എല്ലാവരോടും പറയാൻ ജാള്യത കാണുമെങ്കിലും നിലനിൽപ്പിന് വേണ്ടിയെങ്കിലും സത്യമാണെന്ന് വിശ്വസിച്ചു പോയ CPMകാരോടെങ്കിലും മാപ്പ് പറയുമോ എന്നതാണ് ഷാഫിയുടെ ചോദ്യം. പ്രതികൾ ആരാണെന്ന് പോലീസിനും CPMനും നന്നായി അറിയാം. തൻ്റെ ഇടമുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും കെൽപ്പുള്ള പോലീസുകാർ പിണറായി വിജയന്റെ പോലീസ് സേനയിൽ ഉണ്ട് എന്ന് തോന്നുന്നില്ല. വ്യാജ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത മുൻ MLA ലതികയെ അറസ്റ്റ് ചെയ്യണമെന്ന് കോഴിക്കോട് DCC അധ്യക്ഷൻ പ്രവീൺ കുമാറും ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഇതിൽ നേരിടേണ്ടി വരുമെന്ന് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. കേസിലെ കുറ്റാരോപിതനും ഹൈക്കോടതിയിലെ ഹർജിക്കാരനുമായ PK മുഹമ്മദ് കാസിമിനെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുകളൊന്നും കണ്ടെത്താനായിട്ടില്ലെന്ന് കോടതിയിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചതാണ്. അങ്ങനെ ഒരു നാടിനെ തന്നെ മതത്തിൻ്റെ പേരിൽ തമ്മിൽ തല്ലിക്കാനും വർഗീയ വിഷം ചീറ്റിക്കാനും CPMന്റെ മുൻ MLA തന്നെയാണ് മുന്നിൽ നിന്നതെന്ന് കണ്ടെത്തി. അത് വടകരയുടെ MP തന്നെ തനിക്ക് വോട്ട് തന്നവരോട് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഷാഫിയുടെ വിജയത്തിൻ്റെ തിളക്കം 10-100 ഇരട്ടി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ജൂൺ 4 കണ്ടതല്ല, യഥാർത്ഥ കാഫീറിനെ കണ്ടെത്തി പറയാൻ കഴിഞ്ഞതാണ് ഈ മതേതര ഭൂമികയിൽ ഷാഫി പറമ്പിലിൻ്റെ വിജയം.